ഈ സ്ഥലത്തിന് എന്താ പറയാ നമ്മള്? പെരുമ്പുഴ എന്ന് പറയും. പെരുമ്പുഴ, അതായത് കാഞ്ഞാണി പെരുമ്പുഴ പാലം എന്ന് പറയും. പെരുമ്പുഴ പാലം ഇതിന്റെ അടുത്ത് മണലൂരല്ലേ? അല്ല, മണലൂര് പിന്നെ അങ്ങോട്ട് പോകും. കാഞ്ഞാണി പിന്നെ എറവ്. കോൾ കൃഷിയൊക്കെ അല്ലേ ഇവിടെ കൂടുതൽ ഈ ഭാഗത്തൊക്കെ അല്ലേ? കോള് ഇവിടെ ഇവിടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. എന്ത് കോള്? അന്തിക്കാട് അല്ലേ? മണ്ണൂക്കാട്. ഓക്കെ. ശരിക്ക് നല്ല മറ്റേ വർഷക്കാലത്ത് ഫുള്ള് പുഴ പോലെ നിറഞ്ഞു കിടക്കും അല്ലേ? ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ വെള്ളപ്പൊക്കം ഇല്ലല്ല, കേറിയിരുന്നില്ല അന്ന് മുഴുവൻ അടങ്ങില്ലേ ഇവിടെ. കംപ്ലീറ്റ് ഒഴുക്കല്ല ഇവിടെ. വെള്ളപ്പൊക്കത്തിന് കംപ്ലീറ്റ് വെള്ളമായിരുന്നു എന്ന് പറയണത്. ആളുകൾ ഇപ്പോഴും വേസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട് തോന്നുന്നല്ലേ? ആ ഭാഗത്തൊക്കെ എന്താ ഇടുന്നുണ്ട് അല്ലേ? അതിനൊരു ഇതൊന്നുമില്ല. ജനങ്ങൾക്ക് അങ്ങനെ ആ ഒരു ബോധം ഇതുവരെ എത്തിയിട്ടില്ല. എന്താന്നറിയില്ല. പശു എത്ര ഉണ്ട്? എങ്ങനെയാണ് ഇതൊക്കെ അങ്ങനെ പോണു അല്ലേ? തീറ്റ പുല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ കൊണ്ടു നടക്കുന്നോണ്ട് കുഴപ്പമില്ല. സാധാരണ മറ്റേ തീറ്റകളൊക്കെ കൊടുക്കാറുണ്ട്? കാലിത്തീറ്റും കാര്യങ്ങളൊക്കെ അതും കുറേശ്ശെ കൊടുക്കും അല്ലേ? കാലിത്തീറ്റ ഭയങ്കര അപകടമായിരിക്കുന്നു അതും പറയണേ. ഇവരിലൊക്കെ പുഴു വന്നിട്ടും അത് വന്നിട്ടും ചെന പിടിക്കില്ല. അല്ല, ആർട്ടിഫിഷ്യൽ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി ചേർത്തിട്ടുണ്ട്. പുല്ലുണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതന്നെ ഏറ്റവും ബെസ്റ്റ്. പണ്ടത്തെ പരുത്തിക്കുരു എനിക്കൊക്കെ ഓർമ്മ ഉണ്ട്. എന്റെ ചെറുപ്രായത്തിലൊക്കെ വീട്ടിലെ ആരൊക്കെയോ വൈകുന്നേരം അവര് നമ്മള് ഭക്ഷണം ഉണ്ടാക്കണ പോലെ തന്നെ അവർക്കത് അരച്ച് പരുത്തിക്കുരു ഇട്ട് അതെ അരച്ച് നല്ല നീറ്റായിട്ടൊക്കെ കൊടുത്തിരുന്നു. പശുക്കൾക്കൊക്കെ കൊടുത്തിരുന്നൊരു കാലുണ്ട്, ഓർമ്മ ഉണ്ട്. അതെ അതെ. ഇപ്പൊ എവിടുന്ന് എന്തിട്ടിട്ട് ഏതിട്ടിട്ട് എന്ന് അറിയില്ല. എന്നാ പോട്ടെ. കണ്ടപ്പോ ഒരു ഇഷ്ടം, അല്ലാതെ കണ്ടപ്പോ ഇങ്ങനെ കയറിയതാ ഞാൻ. വാഴക്കൊലൊക്കെ ഉണ്ടല്ലോ അല്ലേ? വെട്ടി അവര് അല്ലേ? ഒക്കെ ഉണ്ട് അതിനിപ്പോ ജോലിക്കാർക്കൊക്കെ വെട്ടിയില്ലെങ്കിൽ. ആ, എന്നാലും രണ്ട് കൊല തിന്നു അല്ലേ? ആ ശരി. അത് ആരുടെ സ്ഥലം? വ്യക്തിയുടെ ഒന്നല്ല തോന്നുന്നല്ലേ? KRDC, കേരള വാട്ടർ അതോറിറ്റിയുടെ. ആ ശരി. ഓ, അവരെ പമ്പും സെറ്റും സ്ഥലമൊക്കെ അല്ലേ? അപ്പൊ ഇതൊന്നും വ്യക്തികളല്ല, വ്യക്തികളാ. ഇതിലിപ്പോ നിലം ആണെങ്കിൽ ഇതിലൊന്നും ചെയ്യണില്ലല്ലോ ആരും അല്ലേ? പണിയാറുണ്ടോ എല്ലാ വർഷവും? അല്ല, കൊളവാഴ ഇതൊക്കെ ഇഷ്ടംപോലെ നിറഞ്ഞിരിക്കണ. അത് കളയാൻ വേണ്ടിട്ട് ഇപ്പൊ ഇത് അവിടെ വരെ കളഞ്ഞാണ് ഒരു വേറെ ഇത് കൊളവാഴ അടിക്കുന്ന ഒരു മെഷീൻ കൊണ്ട് വന്നിട്ടുണ്ട്. അത് അവിടെ വരെ ചെയ്താണ്. അല്ലേട്ടാ, ഇത് ശരിക്കും ഇതൊക്കെ ഇതാക്കി എടുത്തിട്ട് ഇതില് നമ്മള് കൃഷി ചെയ്ത് വരുമ്പോ നല്ല പൈസ വരില്ലേ നിനക്ക്? കഴിഞ്ഞ ഇപ്പൊ ഒരു ഏക്കറയ്ക്ക് ഗംഭീര കാശ വന്നത് പണിയാൻ വേണ്ടിട്ട്. അതന്നെ ഞാൻ പറഞ്ഞേ. അപ്പൊ ഇത് മുതലാവൂല ശരിക്കും ഇത് ഇങ്ങനെ പുല്ല് നിൽക്കുന്നത്. അല്ല, നിരത്തിനൊക്കെ ഭയങ്കര വില ഇവിടെ വില. ആ, പിന്നെ ഇതൊന്നും തൂർക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. പറ്റില്ല. നെല്ല് നന്നാവണി കുഴപ്പമില്ലാണ്ട് പോയി. ഇതിന്റെ ഇപ്പൊ നന്നാവുകയാണെങ്കിൽ നല്ല നെല്ലാവുകയാണെങ്കിൽ കാശുണ്ട്. അത് നന്നായി കിട്ടണം. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും രീതിയും കൃഷിക്കാർക്ക് ഇത്രയും പ്രയാസമുള്ള ഒരു സാഹചര്യം ഈ അടുത്ത കാലത്ത് കടന്നു പോയി. ഒരുപാട് ഞാൻ തെക്കൻ മേഖലകളിലൊക്കെ പോയിട്ട് ഒരുപാട് പേരുടെ കൃഷി നശിച്ചിട്ടൊക്കെ ഇപ്രാവശ്യം മഴയും അതൊക്കെ ആയിട്ട് സങ്കടമായി പോകും നമുക്ക്. അവര് എത്ര കഷ്ടപ്പെട്ടിട്ടാ. നെല്ലിന് ചൂട് കൂടി അല്ലേ? അതെന്തങ്ങനെ? അത് ഇവിടെ തർക്കം അതൊക്കെ ആയിട്ടുള്ള ഒരു ഇത് നിൽക്കണത്. അത് എങ്ങനെയാ? പണിക്ക തൊഴിലാളികളായിട്ടുള്ള പ്രശ്നം? സൊസൈറ്റി. പക്ഷെ ഇതെല്ലാം വാരിക്കളഞ്ഞല്ലേ പണി കുറയേണ്ടത്. ഇതെല്ലാം ശരിയാക്കി എടുത്ത് ട്രാക്ടർ അടിക്കും. 2 ചാല് 3 ചാല ട്രാക്ടർ അടിച്ച പിന്നെ അല്ല, ഇത് ഇതായി പോവോ? കുറെ ചെയ്യും. മറ്റടമ്പ് മാത്രം ചിലപ്പോൾ പൊടിക്കും. ഇത് കൊളവാഴയാ? കൊളവാഴ പൊടിക്കും. ആ ശരി. ഓ, അങ്ങനെ പ്രശ്നമുണ്ട് അല്ലേ? അപ്പൊ പിന്നെ നെല്ലിന് ദോഷം ചെയ്തു. അടിപൊളിയല്ലേ? പണ്ടൊക്കെ
എന്തായാലും തോല് വെട്ടിയിട്ടെന്നൊക്കെ പറയാം. ഇത് കൊണ്ടുവന്നിട്ട് അതന്നെയാ പറമ്പിന്നൊക്കെ കൊന്നി അത് ഇതൊക്കെ കൊണ്ടുവന്ന് തോല് കെട്ടുകയാണെങ്കിൽ കൊണ്ടുവന്നിട്ട് അടിച്ച് ചീച്ച് വെട്ടിയിടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇപ്പോൾ സ്ഥലം അവിടെ കിടക്കേണ്ട ഒരു പുൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ആരും ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒറ്റ പ്രാവശ്യം ചെയ്യാം നമുക്ക്. ആ ഒരു സിസ്റ്റം. ബാക്കി വരൾച്ചാണ് അവിടെ. മഴക്കാലത്ത് ചെയ്യേണ്ട കാര്യം അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ എന്നാ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഇവിടെ കണ്ടത്. മനോഹരമായിട്ടുള്ള കാഴ്ച, എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വരികയാണെങ്കിൽ കാഞ്ഞാണി പടം ഭാഗങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒക്കെ ഒന്ന് വന്ന് കണ്ട് എല്ലാവരും പോവാം. ഓക്കെ.